എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായി നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിച്ചിട്ട്. ലാസ്റ്റ് എൻ്റെ ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ ആയിരുന്നു ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഇരുന്ന് സംസാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇൻസ്റ്റയിലും അതേപോലെ തന്നെ പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് എൻ്റെ പ്രഗ്നൻസി ജേണിയും. അതേപോലെ തന്നെ ഞാനിവിടെ ഡെലിവറിയും കാര്യങ്ങളെല്ലാം കാനഡയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ തന്നെ കാണുന്നതാണ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ മിക്കവാറും എന്തായാലും ലെങ്തി ആയിരിക്കും, കാരണം എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഞാൻ എന്നാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ആ ദിവസം തൊട്ട് കഥ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫെബ്രുവരി 19 ഇവിടെ കാനഡയിൽ ഫാമിലി ഡേ ആണ്. അന്നാണ് ഞങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഞങ്ങൾ ആദ്യമായിട്ട് അറിയുന്ന ദിവസം. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര എന്താ പറയുക, ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേജ് ആയിരുന്നു. നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും കാനഡയിൽ വരുന്നവർക്ക് അറിയാം, ഒരു സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ജോബ് വേണം, PR അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് 100% പ്രഗ്നൻസി പ്ലാനിങ് ഇല്ലായിരുന്നു. ഈവൻ ദോ അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും ഞങ്ങൾ ഫാമിലി ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷപൂർവ്വം വലിയൊരു ബ്ലെസ്സിങ് ആണെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത് കേട്ടോ. സോ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഞാൻ ജനുവരിയിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു ആക്ച്വലി. പക്ഷെ ഞാൻ അറിഞ്ഞത് ഇപ്പോൾ പറഞ്ഞ പോലെ ഫെബ്രുവരിയിലാണ്. അതും അറിയാൻ കാരണം എനിക്കൊരു ഡൗട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. 6 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാനത് അറിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു 6 ആഴ്ചയായിട്ട് എനിക്കൊരു ഡൗട്ട് പോലും ഫീൽ ചെയ്തില്ലെന്ന്. അതിനുള്ള കാരണമുണ്ട്. യൂഷ്വലി എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഈ നോമ്പൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ പീരീഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലേറ്റ് ആവുമല്ലോ. സോ അങ്ങനത്തെ ഒരു സ്റ്റേജ് ഞാൻ ഡിസംബറിൽ നോമ്പ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര ഡൗട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു വെച്ചാൽ ഇവിടെ പീക്ക് വിൻ്ററാണ് ജനുവരി ഫെബ്രുവരി ടൈമിൽ. എനിക്ക് എല്ലാ ദിവസവും ജോലിയുണ്ട്, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും ഞാൻ അട്ടപ്പടലം കിടപ്പം. എനിക്ക് ശ്വാസം മുട്ട്, ഭയങ്കര ക്ഷീണം, ബോഡി പെയിൻ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വൊമിറ്റിങ്ങോ അല്ലെങ്കിൽ മോർണിംഗ് സിക്നസ്സോ ഒരു കാര്യങ്ങളും എനിക്ക് അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മേ ബി എനിക്ക് ഡൗട്ട് ഇല്ലാണ്ടിരുന്നതും. അവസാനം ഞാനും ജിബിനും വിചാരിച്ചു എന്തായാലും ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ആ സമയത്ത് ഇത്തിരി കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഡോക്ടറുടെ അപ്പോയിൻമെന്റ് എടുക്കാം. ഡോക്ടറുടെ അപ്പോയിൻമെന്റ് എടുത്തു. ജിബിൻ എന്നോട് പറയുന്നുണ്ട്, നീ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ എങ്ങാനും പ്രഗ്നൻസി ആണെങ്കിലും. അപ്പം ഞാൻ ഇല്ല, ഞാൻ 100% ഷുവറാ, അതിനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ്. ടെസ്റ്റ് വന്നപ്പോൾ പോസിറ്റീവ്. അതും പുലർച്ചെയായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ ജിബിന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കി പോസിറ്റീവാണെന്ന് പറഞ്ഞു. അപ്പോൾ ജിബിൻ അപ്പോൾ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ. അപ്പോൾ ജിബിൻ പറഞ്ഞു ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തു. ഞാൻ ഒന്നും കൂടി പോയി ടെസ്റ്റ് ചെയ്തു. ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെയും ഡബിൾ ലൈൻ. അപ്പോൾ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. ഇതിപ്പോൾ എനിക്കറിയില്ല, മീൻസ് ഫസ്റ്റ് ടൈം ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം, ഇത് തന്നെയാണോ അത് എന്ന് ഞങ്ങൾക്കൊരു ഡൗട്ട്. ഫെബ്രുവരി 19 ഇവിടെ ഒരു പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ നമുക്ക് ക്ലിനിക്സ് ഒന്നും ഓപ്പൺ ഇല്ല. എന്തോ ഭാഗ്യത്തിന് ഒരേ ഒരു ക്ലിനിക്ക്, അത് അവരുടെ സ്റ്റാർട്ടിംഗ് ഡേ ആയ കാരണം അത് മാത്രം ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ പോയി നോക്കി പ്രഗ്നൻസി കൺഫേം ചെയ്തു. എൻ്റെ ആ ഒരു സമയത്തെ അവസ്ഥ എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട്, ടെൻഷനായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇങ്ങനെ പീക്ക് ചെയ്ത് നിൽക്കായിരുന്നു. സന്തോഷം ഇങ്ങനെയാണെങ്കിൽ ടെൻഷനാണ് ഇത്രയും പീക്ക് ചെയ്ത് നിൽക്കണം. കാരണം മുന്നോട്ടേക്ക് ഇനി എന്തെന്നുള്ളൊരു കാര്യം പോലും അറിയില്ല. കാരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ജനുവരിയിൽ നാട്ടിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ, റെസ്ട്രിക്ഷൻസ് വരുമോ, ഹെൽത്ത് വൈസ് അങ്ങനെ ഒരുപാട് കൺസേൺസ്. പിന്നെ ഫുൾ ടൈം ജോലിക്ക് നമുക്ക് കയറണം, ഇവിടെ PR, ബാക്കി നിലനിൽപ്പ് ഇവിടെ കിട്ടണമെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എല്ലാം കൂടി എൻ്റെ പൊന്നി ജഗ പോകുകയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കൊടുക്കട്ടെ, ഫ്രണ്ട്സിനോട് പറയുന്നു, ഫാമിലിയോട് പറയുന്ന അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്കും കാണുമ്പോൾ ഒരു വെറുതെ എൻ്റെ വർത്തമാനം മാത്രം കേട്ടിരിക്കേണ്ട, നിങ്ങൾക്ക് അതും കൂടി കാണുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ആവുമല്ലോ. സോ അങ്ങനെ ഫെബ്രുവരി 19 പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ഞങ്ങൾ അന്ന് തന്നെ ക്ലിനിക്കിൽ പോയി. അപ്പോൾ അന്ന് തന്നെ പ്രഗ്നൻസി കൺഫേം ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തോ ഭാഗ്യത്തിന് എനിക്ക് ആ വീക്ക്, അതായത് ഞങ്ങൾ കാണാൻ പോയത് ഒരു മൺഡേ ആയിരുന്നു, ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു മൺഡേ ആയിരുന്നു. ആ ഒരു വീക്കിൽ തന്നെ എന്തോ ഭാഗ്യത്തിന് സ്കാനിങ് കിട്ടി. സ്കാനിങ് യൂഷ്വലി ഇവിടെ ഇത്തിരി ലേറ്റ് ഒക്കെ ആകും സ്കാനിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്തോ ഭാഗ്യത്തിന് ആദ്യം തന്നെ കിട്ടി. ഞങ്ങൾ ആ വെള്ളിയാഴ്ച തന്നെ വിത്തിൻ 1 വീക്ക് എനിക്ക് സ്കാനിങ്ങിന് ഞാൻ പോയി. ഞങ്ങളിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ്, കാനഡയിൽ ഒണ്ടാരിയോ ലണ്ടൻ. അതിപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്, UK-ലാണോ ഇവിടെയാണോ. കാനഡയിൽ ഒണ്ടാരിയോ പ്രൊവിൻസിലെ ലണ്ടനിലാണ് ഞാൻ. അപ്പോൾ ഇവിടെ എല്ലാം ഫുള്ളി ബുക്ക്ഡ് ആണ്. അപ്പോൾ എനിക്ക് സ്കാനിങ്ങിനൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇവിടുത്തെ ഹെൽത്ത് കെയർ ഒക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇത്തിരി ലാഗും നമുക്ക് കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പോയത് ഇവിടെ സെൻറ്റ് തോമസിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ഇവിടുന്ന് ഒരു ½ an hour ഡ്രൈവ് ഉണ്ട്. അവിടെ പോയിട്ടാണ് ഞാൻ എൻ്റെ സ്കാനിങ്ങുകളെല്ലാം ഇതുവരെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് സ്കാനിങ്ങിന് പോയി. അപ്പോൾ നമുക്ക് അവിടെ സ്കാനിങ്ങിൽ മോണിറ്ററിൽ കുട്ടീനെ കാണാം. നമ്മളെല്ലാം കണ്ടു, ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ഓക്കെ കാണാൻ പറ്റിയില്ല, അപ്പോഴേക്കും 7th വീക്ക് ആയിട്ടുണ്ടായിരുന്നു. 7th വീക്കിലായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സ്കാനിങ് കഴിഞ്ഞ് വീട്ടിലെത്തി പിറ്റേ ദിവസം സാറ്റർഡേ തൊട്ട് എനിക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ബ്ലീഡിങ് വെച്ചാൽ സ്പോട്ടിങ് അല്ല, സിവിയർ ബ്ലീഡിങ് അല്ല, ഇതിൻ്റെ ഒരു മിഡിൽ നിൽക്കുന്ന പോലെ ഒരു ബ്ലീഡിങ്. അവസാനം ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. എനിക്കിവിടെ ഒരു ക്ലിനിക്കിൽ തന്നെ എനിക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ അതിൽ പോയപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റത്തെ ക്ലിനിക്ക് പറഞ്ഞല്ലോ, അവിടെ തന്നെ എനിക്ക് ഗൈനക്കോളജിസ്റ്റിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം അപ്പോയിൻമെന്റ് എടുത്ത് ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോഴാണ് ഇനിയാണ് ഇവിടെ നിന്നാണ് ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുന്നത്.
ഡോക്ടർ പറഞ്ഞു ബേബിക്ക് ഗ്രോത്ത് ആയിട്ടില്ല, ഭയങ്കര ബിയോണ്ടാണ് ഗ്രോത്ത്, പിന്നെ അതുപോലെ തന്നെ ഹാർട്ടൊന്നും ഫോം ചെയ്തിട്ടില്ല. പിന്നെ അവിടെ ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങൾ കൗൺസിലിംഗ് തുടങ്ങി. അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആവുന്നു കേട്ടോ. പക്ഷെ അന്ന് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ഇതായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഇമോഷൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇനി എന്തെങ്കിലും ഒരു മിറാക്കിളൊക്കെ പോലെ നിങ്ങൾക്ക് കിട്ടാതിരിക്കാം, സോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമുക്കൊരു സ്കാനിങ് കൂടി 2 ആഴ്ച കഴിയുമ്പോൾ ചെയ്ത് നോക്കാം, ഒരു 8 വീക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഡോക്ടറുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞോട്ടെ ഞങ്ങളോട്. അവർക്ക് ഡോക്ടറിനും ഇതേപോലെ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിങ്ങനെ കിട്ടിയില്ല കുട്ടീനെ. സോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ, അതായത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് ഒരു പ്രഗ്നൻസി കിട്ടി. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ പൊന്നി തീർന്നു, എല്ലാ കത്തിക്കലും അവിടെ തീർന്നു. ഞങ്ങൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഇപ്പം ഞങ്ങൾ പ്രഗ്നൻസി റിവീൽ ചെയ്തിട്ടാണെങ്കിലും വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, എൻ്റെ ജിബിൻ്റെയും ഞങ്ങളുടെ ഫാമിലി മാത്രം പ്ലസ് ഞങ്ങളുടെ ഇവിടുത്തെ കാനഡത്തെ ഫ്രണ്ട്സിനോടും അവരോട് മാത്രമേ നമ്മൾ ഇതൊക്കെ റിവീൽ ചെയ്തിട്ടുള്ളൂ. വേറെ ആരോടും റിവീൽ ചെയ്തില്ല. ഇതും കൂടി കേട്ട വശം പിന്നെ നമ്മൾ ആരോടും ഒന്നും പറഞ്ഞില്ല. പേടിയായി നമുക്ക്. ഒബ്വിയസ്ലി എല്ലാവർക്കും പേടിയുണ്ടാവില്ല, പറഞ്ഞ കാര്യം മാറ്റി പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ. അങ്ങനെ ഞങ്ങളുടെ 8 വീക്ക് സ്കാനിങ്ങിലൊക്കെ ആയപ്പോഴേക്കും ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഒരു മൾട്ടി വൈറ്റമിൻസോ അയൺ ഗുളികകളോ ഫോളിക് ആസിഡോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ ഞങ്ങൾ ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളുടെ പ്രഗ്നൻസി ഡിക്റ്റേറ്റ് ചെയ്യാൻ പോയല്ലോ, ആ ഒരു സമയത്ത് തന്നെ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്തായിരുന്നു, അങ്ങനെ ഒരു 1 വീക്കിൽ നമുക്ക് അടുത്തൊരു സ്കാനിങ് പറഞ്ഞു. ഇതേപോലെ തന്നെ സെന്റ് തോമസിൽ പോയിട്ട് അടുത്ത സ്കാനിങ് ചെയ്തു. ആ സ്കാനിങ് ആയപ്പോഴേക്കും ഇങ്ങോട്ട് ബേബി ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പിക്കപ്പ് ചെയ്തു, ഹാർട്ടൊക്കെ ഫോം ചെയ്തു, ഹാർട്ട് ബീറ്റ് നമ്മളെ കേൾപ്പിച്ചു. ആ ഒരു സമയത്ത് അപ്പോഴാണ് ഒന്ന് ആത്മാവ് താഴേക്ക് തിരിച്ചു വന്നത്. പക്ഷെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് സ്റ്റിൽ ഇങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ട്, എൻ്റെ പൊന്നി സഹിക്കാൻ പറ്റില്ല, ഒരു 2 സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. അപ്പോഴേക്കും ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു. പിന്നെ നടുവേദന, ഒയ്യോ എനിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടുവേദന വന്നിട്ടില്ല. നട്ടിലൊക്കെ പൊളിഞ്ഞു പോകണ അങ്ങനത്തെ ഒരു വൃത്തികെട്ട വേദനയായിരുന്നു. കാരണം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം, ഞാൻ ചൈൽഡ് കെയറിലാണ് വർക്ക് ചെയ്യുന്നത് എഡ്യൂക്കേറ്ററായിട്ട്. സോ ത്രൂ ഔട്ട് മൺഡേ ടു ഫ്രൈഡേ ഞാൻ കുട്ടികളുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ കുട്ടികളുള്ള എല്ലാവർക്കും അറിയായിരിക്കും, കുട്ടികളുടെ കൂടെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എനർജി വേണ്ട ഒരു കാര്യമാണ്. ത്രൂ ഔട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണ കാരണം ഞാൻ ഫുൾ ടയേർഡാണ്. നടുവേദന, ശ്വാസം മുട്ട്, അയ്യോ അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് നാട്ടിലേക്ക് പോകാൻ വേണ്ടി, പ്രഗ്നന്റ് ആണെന്നൊക്കെ അറിയണേക്കാൾ ഒരുപാട് മുൻപ് ജനുവരി ആദ്യം തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൺസേൺ ഈ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഇത്രയും വൈകാരികകളൊക്കെ വെച്ച് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ളതായിരുന്നു അടുത്ത കൺസേൺ. പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് മെയ് സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ അപ്പോഴേക്കും എന്തായാലും 3 മന്ത് ഒക്കെ കഴിയും, എന്താ പറയുക, നമ്മുടെ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് പീരീഡ് ഒക്കെ കഴിയുമല്ലോ. അപ്പം ഓക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 8 വീക്ക് കഴിഞ്ഞു. മാർച്ച് സ്റ്റാർട്ടിങ്ങിലേക്കൊക്കെ ഞാൻ സ്റ്റിൽ വർക്കിംഗ് ആണ്, ക്ലാസ്സിൽ പോകുന്നുണ്ട്. എന്നെ കൊണ്ടൊക്കെ പറ്റാത്തൊരവസ്ഥയായിട്ടോ. കാരണം ഞാൻ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ എന്നറിയില്ല, ഞാൻ ശരിക്കും ചെറിയൊരാളാണ്. അത്ര ഹൈറ്റൊന്നും ഇല്ല, അത്ര വെയിറ്റ് ഒന്നും ഇല്ല, വണ്ണൊന്നും ഇല്ല, ചെറിയൊരാളാണ്. സോ എല്ലാം കൂടി ഇപ്പം എൻ്റെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളൊക്കെ ഒരുപാട് എനർജി വേണം. അപ്പം നിങ്ങൾക്ക് തോന്നും ജോലി നിർത്തിക്കൂടിയെന്ന്. ജോലി നിർത്തി കഴിഞ്ഞ് ഇവിടുത്തെ ഒരു ലെവലിൽ നമുക്ക് സർവൈവ് ചെയ്ത് പോകണ്ടേ. അപ്പോൾ ജോലി നമുക്ക് കളയാൻ പറ്റില്ല, ക്ലാസ്സും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് സെമസ്റ്റർ ആണ്. ഇതിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് കുറ്റിമറിച്ച് ഇങ്ങോട്ട് പോകുന്നത്. സോ നമുക്കത് കളയാൻ പറ്റില്ലല്ലോ. അവസാനം മാർച്ച് അങ്ങനെ കഴിഞ്ഞു പോയി. സ്റ്റിൽ ബ്ലീഡിങ് ഉണ്ട്, എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട്. ഡോക്ടറിനോട് പറഞ്ഞ അവസാനം എന്താ പറയുക, ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ബ്ലീഡിങ്ങും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാൽ മതി, നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇങ്ങനെ വരണ്ട, നേരെ എമർജൻസിയിലോട്ട് വിട്ടോന്നാണ് പറഞ്ഞത്. കാരണം ഇങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് വന്നതാണ്. അങ്ങനെ മാർച്ച് കടന്നുപോയി. ഏപ്രിൽ സ്റ്റാർട്ടിങ് ആയപ്പോഴേക്കും എൻ്റെ കോഴ്സൊക്കെ ഒരുവിധം നമുക്ക് അസൈൻമെന്റ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ക്ലാസ്സിലേക്ക് അങ്ങനെ പോകേണ്ടത് അത്ര നിർബന്ധമില്ലാത്ത ഒരു സ്റ്റേജൊക്കെ എത്തിയപ്പോൾ ഞാൻ പതുക്കെ അതൊക്കെ ഞാനൊന്ന് നിർത്തി. കാരണം കോഴ്സൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പക്ഷെ ജോലി, എനിക്ക് രാവിലെ ഏർലി മോർണിംഗ് പോകണം. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഡേ മൈ ലൈഫും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, രാവിലെ 6:30 തുടങ്ങുന്നതാണ് എൻ്റെ ഒരു ദിവസം. 6:30 ഞാൻ 6:30-7 മണിക്കുള്ളിൽ ഞാൻ എന്തായാലും ജോലിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കും. ആ ജോലി ഈവനിങ് വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയിരിക്കും എനിക്ക് മിക്ക ദിവസം ക്ലാസ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ 8, 8:30, 9 ഈ ഒരു സമയമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഇത്ര ലോങ് ഡേ ആണ്. വീട്ടിൽ വന്നാലും ഇരിക്കാൻ പറ്റില്ല, അസൈൻമെന്റും കാര്യങ്ങളുണ്ടല്ലോ. കാനഡയിലെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന എല്ലാവർക്കും അറിയാം, അസൈൻമെന്റ് ഇല്ലാത്തൊരു ജീവിതമില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ പതുക്കെ എനിക്ക് കോഴ്സൊക്കെ ഇങ്ങനെ പതുക്കെ ഒന്ന് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യുന്ന സമയമായി. ഒരുവിധം കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എൻ്റെ ജോലി സ്റ്റിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഏർലി മോർണിംഗ് ഇതേപോലെ തന്നെ പോകണം. മിക്ക ദിവസം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഒന്നാമത് കിടന്നോടത്തുനിന്ന് എണീക്കാൻ പറ്റില്ല, അത്ര ക്ഷീണമാണ്. എന്നാലും ഞാൻ എണീറ്റ് പോവും. പിന്നെ ബ്ലീഡിങ്ങും മിക്ക ദിവസം എണീക്കുമ്പോഴും ഈ ബ്ലീഡിങ് ഇഷ്യൂ കാര്യങ്ങളുണ്ട്. ഈച്ച് ആൻഡ് എവറി ടൈം ബാത്റൂമിൽ പോയിട്ട് നമ്മൾ വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡാണ് കാണുന്നത്. സോ അതും കൺസേൺ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നിട്ട് ഞാൻ ജോലിയും പതുക്കെ ഒരു ഏപ്രിൽ ഒരു ഫസ്റ്റത്തെ വീക്ക് മാത്രമേ ഞാൻ പിന്നെ ജോലിക്ക് പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അവരോട് സംസാരിച്ചു. അവരെന്നോട് ഓക്കെ പറഞ്ഞു, ഓക്കെ ലീവ് എടുത്തോളൂ, ഹെൽത്ത് കൺസേൺസ് ആണ് മെയിൻ. അപ്പോൾ ലീവ് എടുത്തോളാൻ പറഞ്ഞ് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ലീവ് എടുത്തു. പിന്നെ മെയിലിൽ ഞാൻ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരു 3 വീക്ക് ഞാൻ ജോലിക്ക് പോയിട്ടില്ല. അപ്പോഴേക്കും പിന്നെ നമ്മൾ നാട്ടിൽ പോകാനുള്ള ഷോപ്പിംഗ്, പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്
ഇത്ര വയ്യായി ഉണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ ഡൈവേർട്ട് ചെയ്തത് നാട്ടിക്ക് പോകാലോ നാട്ടിൽ ചെന്നിട്ട് ഓക്കെ ഒരു ബെറ്റർ കൺസൾട്ട് ചെയ്യണം നന്നായിട്ട്, അപ്പോഴേ നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും കാര്യമായിട്ട് അറിയുള്ളൂ. ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ട് നാട്ടിലുള്ളവർക്കാണെങ്കിലും വിശ്വാസം ഒരു ധൈര്യം ഇല്ല ഇവിടുത്തെ ഹെൽത്ത് കെയറിനെ പറ്റിയൊക്കെ കേട്ടിട്ട്. പക്ഷെ എനിക്ക് അതുവരെയുള്ള കുഴപ്പമില്ല, പക്ഷെ നമുക്കിങ്ങനെ പെട്ടെന്നൊക്കെ ട്രീറ്റ്മെന്റ് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കലെയാണ് 4th മന്തിലെ 2nd വീക്ക് ആയപ്പോൾ ഞാൻ ഇന്നത്തെ പോലെ വീട്ടിലിരിക്കുക, ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തല തൊട്ട് ഭയങ്കര ഒരു തരിപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അമ്മോടൊന്നും പറഞ്ഞില്ല, സംസാരിച്ചുകൊണ്ടിരിക്കില്ല. ഞാൻ അമ്മേനെ വേഗം നൈസായിട്ട് ഒഴിവാക്കി കോള് കട്ട് ചെയ്തത് എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ബ്ലീഡിങ് എന്ന് വെച്ചാൽ ഹെവി ബ്ലീഡിങ്. ഞാനിവിടെ കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ 2.5 വർഷമായി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് അതിനൊരു ബ്ലീഡിങ് കാര്യങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ തണുപ്പുരാജ് ചെയ്യാനും ബ്ലഡ് വരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം ബ്ലഡ് വരാണ്, സിവിയർ ബ്ലഡ് നിൽക്കണില്ല. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റൊക്കെ ശേഷം ഞാനതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ ഒന്ന് നമ്മൾ ടിഷ്യൂ ഒക്കെ വെച്ച് ഒന്നാക്കി സെറ്റാക്കി എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കിടന്നു. ഉച്ചയാവറേട്ടോ സമയം. ഞാനൊന്ന് കിടന്നപ്പോൾ എൻ്റെ വായിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാൻ എന്തൊക്കെയോ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇങ്ങനെ നമ്മൾ വാഷ് ബേസിനിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ സ്പിറ്റ് ചെയ്തപ്പോൾ കാണുന്നത് ബ്ലഡ് ക്ലോട്ട്സ്, ഭയങ്കര വലിയ ക്ലോട്ടുകൾ. ഞാൻ ശരിക്കും ടെൻഷനായി, കാരണം ബ്ലഡ് മാത്രമല്ല ഇങ്ങനെ ക്ലോട്ടും കൂടി വരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലീഡിങ് കണ്ട അപ്പോൾ തന്നെ അതും വിത്ത് ക്ലോട്ട്സും കൂടി കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. അപ്പോൾ അതോടുകൂടി എൻ്റെ എല്ലാ ധൈര്യവും പോയി. ഞാൻ ജിബിനെ അപ്പോൾ തന്നെ വിളിച്ച്, ജിബിൻ ജോലിയിലായിരുന്നു, ഏകദേശം ഒരു ഉച്ച സമയമായിരുന്നു. ജിബിൻ അവിടെ നിന്ന് വരാൻ വേണ്ടി ഇത്തിരി കൂടി സമയമെടുത്ത് ഞങ്ങളൊരു 3 മണി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എമർജൻസിയിലേക്ക് പോയി. നമ്മുടെ നാട്ടിലെ കാഷ്വാലിറ്റി എന്ന് പറയുന്ന പോലെ ഇവിടെ എമർജൻസിയിൽ പോയി. ഞങ്ങൾ അപ്പോൾ തൊട്ടിരുന്നിട്ട് നൈറ്റ് ഒരു 10-11 മണിയായിട്ടും എന്നെ അവർ വിളിച്ചില്ല. അവർ ഇനീഷ്യൽ അസസ്മെന്റ് ഒക്കെ നടത്തിയിട്ടാണല്ലോ അവർ എമർജൻസിയുടെ ലെവൽ ഇതാക്കാം. അവരോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു ബ്ലീഡിങ് വന്നാൽ ഡയറക്റ്റ് എമർജൻസി പോകണമെന്ന്. ഈ ബ്ലീഡിങ്ങും പ്ലസ് ഇതേപോലെ നോസിൽ നിന്ന് ഇത്ര ഇന്റൻസ് ബ്ലീഡിങ് വന്നിട്ടും അവർക്കൊന്നും വിഷയമല്ല. അവർ പറയുന്നത് ഇതൊന്നും എമർജൻസി അല്ല, ഇപ്പൊ ബ്ലീഡിങ് ഉണ്ടോ കറന്റിലും ചോദിച്ചു. പിന്നെ അവൻ ഇപ്പൊ ബ്ലീഡിങ് നിന്നു എന്ന് പറഞ്ഞു. ഇത്ര സമയമായില്ലേ നിന്നു എന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള സമയം കൊണ്ടൊക്കെ ബ്ലീഡിങ് നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പ്രഗ്നന്റ് ആണ്, എനിക്ക് ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബേബിക്കാണെങ്കിലും ഗ്രോത്ത് ഇഷ്യൂ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഫുള്ളി നമ്മൾ ടെൻഷനിലാണ്. അവർ പറഞ്ഞത് എന്തായാലും എമർജൻസി അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രാത്രി 10:30 ആയപ്പോഴേക്കും ഇരുന്നിരുന്ന് എനിക്ക് വയറുവേദന, അതിൻ്റെ മിസ്സഹിക്കാൻ പറ്റാത്ത വയറുവേദനയായി. നടുവേദനയാണെങ്കിൽ അതിൻ്റെ പീക്കിലെത്തി. ഇരിക്കുകയാണ് ഒരു 7-8 മണിക്കൂറായിട്ട്. നിങ്ങൾക്ക് ഊഹിക്കാം ഹോസ്പിറ്റലിലെ എമർജൻസിയിൽ കാഷ്വാലിറ്റിയിൽ പോയിട്ട് ഇരുന്നിരിപ്പ് ഒരു 8 മണിക്കൂർ ഇരുന്നാൽ അത് ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ഞങ്ങൾ 11 മണി ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. കാരണം അവരിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് ഞങ്ങൾ ചോദിച്ചു ഇനി നിങ്ങൾ ഞങ്ങൾ വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനിയും ഒരുപാട് സമയം എടുക്കും, ഇനി എന്തായാലും 8-9 മണിക്കൂർ എടുക്കും എന്തായാലും വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയും നേരത്തോടെ നേരെ ആവണ സമയവും നമ്മളങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു. വീട്ടിൽ ആരോടും പറഞ്ഞില്ല, 2 വീട്ടിലും പറഞ്ഞില്ല. അങ്ങനെ ജിബിൻ്റെ വീട്ടിൽ പറഞ്ഞു എന്ന് തോന്നുന്നു, എൻ്റെ വീട്ടിൽ പറഞ്ഞില്ല. പറഞ്ഞതിന് എൻ്റെ അമ്മയുടെ ഗതിയൊക്കെ മേപ്പോട്ടേക്ക് ആകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നായി. കാരണം ഇങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഈ ഒരു കാര്യത്തിന് ഡോക്ടേഴ്സിനോട് പറഞ്ഞു. ഞാൻ അതിന് എൻ്റെ ഡോക്ടറെ പോയി കണ്ടു. അവർ പറയുന്നത് ദിസ് സീംസ് ടു ബി വിയേർഡ് എന്ന് പറയണം. അങ്ങനെ ആരും കേട്ടിട്ടില്ല എന്ന് പറയണത്. അപ്പോൾ എനിക്ക് ആകെ കൺസേൺസ് ആയി, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് കിട്ടുന്നില്ല, ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല, എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി. ഞാൻ ത്രൂ ഔട്ട് വീട്ടിൽ ബ്ലീഡിങ് വന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കിൽ നിന്ന് ഇൻറ്റൻസ് ബ്ലീഡിങ് വരുന്നു വിത്ത് ക്ലോട്ട്സ്. അങ്ങനെ ഏപ്രിൽ ഫുള്ള് കഴിഞ്ഞു. മെയ് ഞങ്ങൾ ട്രാവൽ ചെയ്യാണ്. ട്രാവലിംഗ് വ്ലോഗ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചാനലിൽ കിടപ്പുണ്ട്. അങ്ങനെ എത്തി ഞങ്ങൾ ദുബായിലായിരുന്നു. ഞങ്ങൾക്ക് ഒരു 14 hours ഒക്കെ ലൈ ഓവർ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് ദുബായൊക്കെ കറങ്ങണം എന്നുള്ള വലിയ പ്ലാനിലൊക്കെയാണ് ഞങ്ങൾ പോയത്. റൂമിൽ ചെന്ന് ഞാൻ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഉറങ്ങി വന്നപ്പോഴേക്കാണ് എനിക്ക് അഗെയിൻ തലേന്ന് ശരിക്കും തരിപ്പോട് കൂടിയാണ് തുടങ്ങുന്നത്. ആ തരിപ്പ് വന്നത് ഞാൻ ജിബിനെ വിളിച്ചു. കാരണം ഇതുവരെ എൻ്റെ മൂക്കിൽ നിന്ന് അങ്ങനെ ബ്ലഡ് വരുന്നത് ജിബിൻ ലൈവായിട്ട് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ വന്നെങ്കിലും അപ്പോൾ കുറച്ചേ വന്നുള്ളൂ, കുറച്ച് ക്ലോട്ടും കുറച്ച് വന്നിട്ട് അതങ്ങനെ സ്റ്റോപ്പായി. അപ്പോൾ നമുക്ക് ഓക്കെ നാട്ടിൽ പോകാനില്ല, ഇനിയിപ്പോൾ എന്തായാലും വരണടുത്ത് വെച്ച് കാണാം, നാട്ടിൽ പോകാന്നുള്ളൊരു ഇതിലിരിക്കുമായിരുന്നു. ഫ്ലൈറ്റ് കയറി ദുബായിൽ നിന്ന്. നമുക്ക് പുലർച്ചെയായിരുന്നു അവിടുത്തെ നൈറ്റ്. നമ്മൾ നാട്ടിലെത്തുന്നത് പുലർച്ചെയായിരുന്നു. പുലർച്ചെ ഒരു 3 മണിക്കാണ് ഞങ്ങൾ ലാൻഡ് ചെയ്യണത്. കൊച്ചിയിൽ ലാൻഡ് ചെയ്യണ ആ ഒരു അരമണിക്കൂർ എൻ്റെ മൂക്കിൽ നിന്ന് വന്ന ബ്ലഡിൻ്റെ ആ ഒരു എനിക്കത് ഇപ്പോഴും ആലോചിക്കാൻ പറ്റില്ല. ജിബിന് അപ്പോഴാണ് എൻ്റെ ഈ ബ്ലീഡിങ്ങിൻ്റെ എത്രത്തോളം ഇത്ര ഭയാനകമായിട്ടുള്ളൊരു വേർഷനായിരുന്നു ജിബിനൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ആ സമയത്തായിരുന്നു. കാരണം എത്ര ടിഷ്യൂ എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയെന്ന് എനിക്കറിയില്ല. ക്ലോട്ടുകൾ എന്ന് പറഞ്ഞാൽ വലിയ ക്ലോട്ടുകൾ വന്നുകൊണ്ടിരിക്കുക ലാൻഡിങ് ടൈമിൽ. അപ്പോഴും ഞാൻ വേറെ കേട്ടിട്ടുണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഇതേപോലെ നോസ് അതേപോലെ ഇയേഴ്സ് ഒക്കെ ബ്ലീഡ് ചെയ്യുന്നത് കേട്ടിട്ട്. എന്തെങ്കിലും ആവട്ടെ നാട്ടിൽ ചെന്നു. പിറ്റേ ദിവസം ഞങ്ങൾ പോയത് ഡോക്ടറെ കാണാനായിരുന്നു. ഒന്ന് ENT സ്പെഷ്യലിസ്റ്റിനെയും കണ്ടു, പിന്നെ അതേപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ നമുക്ക് ഓക്കെ ഇതൊക്കെ കൊടുത്തു. പക്ഷെ അവരും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്, സ്റ്റിൽ ബ്ലീഡിങ് ഉള്ള കാരണം ഒന്ന് ടേക്ക് കെയർ ചെയ്യണം അങ്ങനെ മാത്രം പറഞ്ഞു. വേറെ കൺസേൺസ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ ENTനെ കാണിച്ചപ്പോൾ ഈ നോസിൻ്റെ കാര്യം കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് മൂക്കിൽ മുറിവുകളുണ്ട്, അതെങ്ങനെ വന്നു എന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കാം. ഇനി ബ്ലീഡിങ് വരാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം.
ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം, കരിച്ച് കളയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കേൾക്കണവരൊക്കെ ചോദിക്കണം മൂക്കിൽ കൈയിട്ടിട്ട് മുറിയണതാണെന്നോ. മൂക്കിൽ കൈയിട്ട് മുറിഞ്ഞാൽ എത്രത്തോളം ബ്ലഡ് വരും നിങ്ങൾക്ക് ഊഹിക്കാം. ഇങ്ങനെ ക്ലോട്ടൊക്കെ വരും. നോസ് ബ്ലീഡിങ് നാട്ടിൽ ചെന്നാൽ 1.5 മാസം എനിക്കുണ്ടായിട്ടില്ല. മറ്റേ ബ്ലീഡിങ്ങും ഏകദേശമൊക്കെ നിന്ന പോലെയായി, പിന്നെ വന്നിട്ടില്ല. പിന്നെ ആണെങ്കിൽ നാട്ടിൽ ചെന്നപ്പോഴേക്കും പിന്നെ മനസ്സിലും വല്ലാത്തൊരു സമാധാനമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇവിടെ ഞാനും ജീവനും ഒറ്റയ്ക്കാണ്, നമുക്കൊന്നും അറിയില്ല. ഒരു ഡൗട്ട് വന്നാൽ പോലും ചോദിക്കാൻ വേണ്ടി പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാർ ചേട്ടന്മാർ അങ്ങനത്തെ ആരും നമ്മുടെ കൂടിയില്ല. അപ്പോൾ നമുക്കതും ഒരു കൺസേൺ ആയിരുന്നു. നാട്ടിൽ ചെന്നപ്പോൾ ഓക്കെ ഒന്ന് സമാധാനമായതായിരുന്നു. പക്ഷേ നാട്ടിൽ ചെന്നപ്പോൾ ആയിരുന്നു എൻ്റെ ലൈഫിൽ അടുത്തൊരു ട്രോമ, വലിയൊരു ട്രോമ. ഒരിക്കലും എന്താ പറയുക, ലൈഫിൽ ഉണ്ടാവരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ട്രോമ അവിടെ ചെന്നപ്പോഴുണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിലെത്തിയത് മെയ് 5-ാം തീയതിയാണ്. മെയ് 12-ാം തീയതി ആയിരുന്നു ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. സോ അതിൻ്റെ ഒരു എഫക്റ്റ് നല്ല പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേടിച്ചു, ഞാൻ ഒരുപാട് കരഞ്ഞു. അപ്പോൾ ഞാൻ ഏകദേശം 4 months പ്രഗ്നൻ്റ് ആണ്. അന്ന് ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു ട്രോമ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അത്രയും നമുക്ക് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണില്ല. കാരണം ആ ഒരു കണ്ട ഒരു പേടിയിലും കാര്യത്തിലൊക്കെ പേടിച്ചു കരഞ്ഞു. പിന്നെയാണ് നമുക്ക് ആ ബോധം വരുന്നത്, ഒരു പ്രഗ്നൻ്റ് ആണ്, കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ. അപ്പോൾ അത് പിന്നെ അടുത്ത കൺസേൺ. കാരണം ഒന്നാമത് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലായിരുന്നെങ്കിലും പിന്നെ എനിക്ക് വയറുവേദന കൂടി വന്നു. ഞാനും ജിബിനും അഗെയിൻ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ ചെക്കൊക്കെ ചെയ്തു. ഓക്കെ എല്ലാം ഓക്കെ എന്ന് പറയണ ഒരു നിമിഷം വരെ അടുത്ത ടെൻഷൻ. ഹാർട്ട് ബീറ്റ് എല്ലാം ചെക്ക് ചെയ്തു, ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ അത് പറയുമ്പോൾ അത്രയും വിഷമമുണ്ട്. കാരണം ആ ഒരു ട്രോമയുടെ എഫക്റ്റ് ഒന്ന് തീരാൻ വേണ്ടിയിട്ടാണ് നാട് വിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ബാക്കി എഫക്ട്സ് കഴിയാൻ വേണ്ടി നാട്ടിൽ നിന്ന് കയറി പോന്നിട്ട് ഇവിടെ വന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി ഇപ്പോൾ ദേ കിടക്കണം അതിൻ്റെ പിന്നെയും. അയ്യോ എന്താ പറയുക, കടിച്ചിനിക്കട വലുത മാളത്തിൽ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ. പിന്നെ ആണെങ്കിലും ഉറക്കില്ലാത്ത രാത്രികൾ, പേടിച്ചെനിക്കല്, നിങ്ങൾക്കറിയായിരിക്കും നമുക്കൊരു ട്രോമയ്ക്ക് ലൈഫിലുണ്ടായിരുന്നെങ്കിൽ സ്ലീപ്പ് പാരാലിസിസ് അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേറെ ഒരു സൈഡിൽ കൂടെ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ വേറെ. അയ്യോ മൊത്തത്തിൽ സൈക്കോളജിക്കലിയും ഫിസിക്കലിയും തവിട് പൊടിയായിട്ടിരിക്കുന്ന ഒരവസ്ഥ. പക്ഷെ നിങ്ങൾ എൻ്റെ ആ വ്ളോഗുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചില്ലാണ്. യെസ്, നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫിൽ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറയണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. സോ ആ ഒരു ഇതിൽ അങ്ങനെ ഒരുപാട് കഴിഞ്ഞു പോയി. അങ്ങനെ അവസാനം എൻ്റെ അമ്മയുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ്റെ അന്നാണ് മോസ്റ്റ് ഓഫ് എൻ്റെ റിലേറ്റീവ്സിനോടും ആൾക്കാരോടൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആണ് ഞാൻ റിവീൽ ചെയ്യുന്നത്. കാരണം അപ്പോഴാണ് എനിക്ക് ധൈര്യം വന്നിട്ടുള്ളൂ. നമുക്ക് ഓക്കെ ഇത്രയും ഇത് വന്ന കാരണം മാറ്റി പറയരുതെന്നുള്ള കാരണം അപ്പോഴാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞത്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. തിരിച്ച് ഞങ്ങൾ കയറി പോകുന്നത് ഒരു 5.25 മാസം, അതായത് ഒരു 6 മാസം ആവണേക്കാൾ ഒരാഴ്ച മുന്നേ ഉള്ളപ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഇങ്ങോട്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അഗെയിൻ എല്ലാ ബ്ലീഡിങ്ങും സ്റ്റാർട്ട് ചെയ്തു. വെജിനൽ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു, നോസ് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എൻ്റെ പൊന്നെ എല്ലാം ബാക്ക് ചെയ്തു. അപ്പോഴേക്കാണെങ്കിലും എനിക്ക് 6 മാസം വരെ തീരെ വയറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ശ്വാസം മുട്ടൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണ ലെവലിലായിരുന്നു. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പിന്നെ വയറൊക്കെ വലുതായി തുടങ്ങി. ശ്വാസം മുട്ട ഇരട്ടിച്ചു, നടുവേദന ഇരട്ടിച്ചു, അടിവയറ് വേദന ഭയങ്കര വേദനയായിരിക്കും. ഈ പെൽവിക് ഏരിയയിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് പ്രഗ്നൻസിയിൽ, എനിക്ക് മാത്രമുള്ളതൊന്നല്ല. സോ ആ ഒരു ഇത് ഭയങ്കരമായിട്ട് കൂടി, നോസ് ബ്ലീഡിങ് കൂടി. ഞാൻ ആ സമയത്താണെങ്കിൽ ഇവിടെ 2ാമത് ജോലിക്ക് റീജോയിൻ ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇനി ലീവ് എടുക്കാനൊന്നും പറ്റില്ല. കാരണം എനിക്ക് അവേഴ്സ് തയ്ക്കണമായിരുന്നു. ഇവിടെ 600 അവേഴ്സാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ജോലിക്ക് പിന്നെ പോകേണ്ട ഒരു 1 year നമുക്ക് ലീവിലാണെങ്കിലും നമുക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും. നമുക്ക് പകുതിയിലധികം സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് മിസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഞാൻ. സോ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജോലിയുടെ ഇടയിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിലേക്ക് ഓടുന്നു. ഒരു പ്രഗ്നൻസിക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ഒരാൾ കൂടെ വേണം. അത് നമ്മുടെ അമ്മമാർ തന്നെ കൂടെ വേണം. അപ്പോൾ അതുമില്ല. അമ്മയ്ക്ക് ഞങ്ങൾ ഓൾറെഡി ഞാനൊരു എന്താ പറയുക, എനിക്കൊരു 5th month ഒക്കെ ആയപ്പോൾ അമ്മയ്ക്ക് വേണ്ടി വിസിറ്റിംഗ് വിസ നാട്ടിൽ വെച്ചിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ കാനഡത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, വിസകളെല്ലാം ഭയങ്കര സീനാണ് കിട്ടാൻ വേണ്ടിയിട്ട്. PR കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യം ഇങ്ങനെ തവിട് പൊടിയൊക്കെ കിടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഞാൻ കറക്റ്റ് എൻ്റെ പിന്നെ എല്ലാം അങ്ങനെയാണ്, എല്ലാം മുടങ്ങിയിട്ട് എനിക്ക് നടക്കുള്ളൂ. സോ അങ്ങനെ വന്നു, അമ്മയ്ക്ക് വിസ വെച്ചു. ഒരു അപ്ഡേഷൻ ഇല്ല. 4 മാസമായി, സെപ്റ്റംബർ ആയി, ഒക്ടോബറിലാണ് എൻ്റെ ഡെലിവറി. സ്റ്റിൽ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ MP ത്രൂ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, IRCCനെ. ഒരു അപ്ഡേഷനും ഇല്ല. അങ്ങനെ ഇരിക്കലേ ഒക്ടോബർ ഒരു മിഡ് ആയപ്പോഴേക്കൊക്കെ അമ്മയുടെ വിസ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞു. ഫസ്റ്റ് വെച്ച വിസ തീർന്നില്ലേ, എല്ലാം കഴിഞ്ഞു. എൻ്റെ എല്ലാ ഹോപ്പും കഴിഞ്ഞു. കാരണം ഫിസിക്കലി അത്ര വീക്കായി, ഉറക്കില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയി അന്ന് തൊട്ട് ഇന്നിപ്പോൾ ഈ ദിവസം വരെ ഉറക്കെന്ന് പറഞ്ഞ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടൊക്കെയാണ് എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ദിവസം ഉറങ്ങിക്കൊണ്ടിരുന്നത് ജസ്റ്റ് ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെയൊക്കെ ഞാൻ ത്രൂ ഔട്ട് ഉറങ്ങിയിട്ടുള്ളത്. കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നു ഇതൊക്കെ ഭയങ്കര യൂഷ്വലാ. ശരിയാണ്, എല്ലാവർക്കും ഇത് യൂഷ്വലാണ്. പക്ഷെ എനിക്ക് ഇതിനേക്കാളും വലുത് അനുഭവിച്ചവരുണ്ടാവട്ടെ. ചിലപ്പോൾ ഇതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ അനുഭവിച്ചവരായിരിക്കും നിങ്ങൾ പലരോട്ടും അത് കേൾക്കണവർ. പക്ഷെ ഞാൻ ആ സമയത്ത് കടന്നു പോകുന്നത് എൻ്റെ പൊന്നെ എന്തിൽ കൂടെയാണെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. അങ്ങനെ അത് കഴിഞ്ഞു. അമ്മയ്ക്ക് 2ാമത് വിസ വെച്ചു. പക്ഷെ കിട്ടുന്ന നമുക്ക് ഹോപ്പൊന്നുമില്ല. കാരണം ഇവിടുത്തെ കാര്യങ്ങൾ സിറ്റുവേഷൻ അങ്ങനെയാണ്. വിസ വെച്ചു. പിന്നെ എന്താ പറയുക, എനിക്ക് ഉറക്കമില്ല. പിന്നെ ആ മുൻപുണ്ടായിരുന്ന ആ ഒരു ട്രോമയുടെ എഫക്റ്റ് കാരണം മിക്ക ദിവസം
ഞെട്ടിണിക്കുക, കരഞ്ഞിണിക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്കറിയാലോ, ഒരു വിധം വയറൊക്കെ ആയി കഴിഞ്ഞാൽ മസിൽ ക്രാംസ് വരും, കാല് കോച്ചി പിടിക്കുക, കൈ കോച്ചി പിടിക്കുക, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കരയുക. ജീവൻ രാത്രിയാകുമ്പോൾ വന്ന് ഇത് കുഴിഞ്ഞേര ഉറക്കുക. എനിക്കൊരു 9 മാസമൊക്കെ ഉള്ളപ്പോൾ വരെ ഞാൻ ജോലിക്കും പോയിട്ടുണ്ട്. സോ ജോലിയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു 7-ാം മാസമായപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെക്കപ്പ് ഉണ്ടാവും. ഷുഗർ ഉണ്ടോയെന്നുള്ളൊരു ചെക്കപ്പ് ഉണ്ടാവില്ല, മറ്റേ ഗസ്റ്റേഷണൽ ഡയബറ്റിക്സ്. നല്ല എന്താ പറയുക, നമുക്ക് നല്ല ഭാഗ്യമുള്ള കാരണം അതും ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞാനിവിടെ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് 6 മന്ത് ലാസ്റ്റ് കൊടുത്തിട്ട് എൻ്റെ റിസൾട്ട് വരുന്നത് 8 മന്ത് അവസാനത്തിലാണ്. 9 മന്ത് സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ഇൻസുലിൻ അടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ലേറ്റ് ഡിറ്റക്ഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ റിസൾട്ടൊക്കെ എന്തോ ഡോക്ടർക്ക് കിട്ടാൻ വേണ്ടി ലേറ്റ് ആയി. ഞാനിവിടെ ഒരു 7 മാസം വരെ കൺസൾട്ട് ചെയ്തിരുന്നത് ഒരു ക്ലിനിക്കിലായിരുന്നു, ഗൈനക്കോളജിസ്റ്റിനെ. 7-ാം മാസം തൊട്ട് എന്നെ റെഫർ ചെയ്തിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. അവിടുത്തെ ഡോക്ടർക്ക് ഈ റിസൾട്ടൊക്കെ കിട്ടാൻ വേണ്ടി ഭയങ്കര ലേറ്റ് ആയി. ഒരുപാട് തവണ ഹോസ്പിറ്റലിലേക്കും ക്ലിനിക്കിലേക്കും ലാബിലേക്കൊക്കെ മാറി മാറി വിളിച്ചിട്ടൊക്കെയാണ് എൻ്റെ റിസൾട്ട് അവസാനം അവർക്കൊന്ന് കിട്ടിയത്. റിസൾട്ട് അങ്ങനെ ലേറ്റ് ഡിറ്റക്ഷൻ ആയിരുന്നു. പിന്നത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 9 മാസമായപ്പോൾ എത്ര മാസം തൊട്ട് ഷുഗർ ഉണ്ടെന്ന് അറിയില്ല. അപ്പോഴേക്കും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു, എന്തായാലും നമ്മൾ ഫുൾ ടൈം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല, നേരത്തെ എന്തായാലും ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട്, എനിക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. വിശപ്പ് എന്ന് പറഞ്ഞാൽ സിവിയർ വിശപ്പും, ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. ഇവർ നമുക്കൊരു ഫുഡ് ഡയറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടൊന്നും കഴിച്ചിട്ട് എനിക്കൊന്നും ആവണില്ല. അറിയാലോ, പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. പക്ഷെ ഷുഗർ അല്ലേ, ഇപ്പൊ നമുക്ക് ഇത്ര ലേറ്റും കൂടെ ഇൻസുലിൻ ആകെ 2 ആഴ്ച എടുത്തിട്ടുള്ളൂ. സോ ആ ഒരു കൺസേൺസ് കൊണ്ടൊക്കെ ഇനി ബേബിക്ക് ഇനി ഇഷ്യൂസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതും ബുദ്ധിമുട്ടായിരുന്നു. അമ്മയ്ക്ക് വരാൻ പറ്റാത്തതിന്റെ ഒരു ഇതിലൊക്കെ ഞാൻ ഇമോഷണലി ആ ഒരു ലേറ്റ് സ്റ്റേജിലേക്കൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര വീക്കേണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ മനസ്സിലാക്കി, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെ എനിക്ക് വേണ്ടി നിൽക്കണം. എനിക്കിവിടെ താങ്ങാൻ ആരുമില്ല, എന്നാലല്ലേ തളരാൻ പറ്റൂ. ഇവിടെ കാനഡയിലെ ഹെൽത്ത് കെയർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷെ നമുക്ക് അതിനൊരു പ്രോപ്പർ ഇതുണ്ട്, ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് വേണം. അത് നമുക്ക് കിട്ടുക എംപ്ലോയീസിന്റെ വകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫുൾ ടൈം ജോലിയിലേക്ക് ഞാൻ കയറിയിട്ടില്ല. ഒരു ഫുൾ ടൈം ജോലിയിൽ നമ്മൾ കയറിയാൽ മാത്രമാണ് നമുക്ക് ഹെൽത്ത് കാർഡ് അവൈലബിൾ ആവുള്ളൂ. സോ ഇത്രയും കാലം ഞാൻ ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്നത് ജിബിന്റെ ഹെൽത്ത് കാർഡ് വഴിയാണ്. ജിബിന് ഫുൾ ടൈം ജോലി ഉള്ളത് കൊണ്ട് തന്നെ ജിബിന്റെ എംപ്ലോയർ വഴി ജിബിന് ഹെൽത്ത് കാർഡ് ഉണ്ട്. സോ അതിൽ ഡിപ്പെൻഡൻസിനെ നമുക്ക്, അല്ലെങ്കിൽ സ്പൗസിനെ, കുട്ടികളെയൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. സോ അങ്ങനെയാണ് എന്നെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ സ്റ്റഡീസിൽ നിന്നുള്ളതെന്ന് ഞാൻ വർക്ക് പെർമിറ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന സമയവും ജിബിനും ജിബിന്റെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സമയമാണ്. ഒരുപാട് താമസിച്ചത്. ഞാൻ മെയിൽ വെച്ചിട്ട് എനിക്ക് ഓഗസ്റ്റ് അവസാനമാണ് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത്. ആ ഒരു സമയത്ത് അപ്ലൈഡ് സ്റ്റാറ്റസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സോ ആ ഒരു സമയത്ത് എൻ്റെ ഹെൽത്ത് കാർഡ് എക്സ്പയർ ആയി. ഹെൽത്ത് കാർഡ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ നല്ല പൈസ ചിലവാകും. ഹെൽത്ത് കാർഡ് ഇല്ലാണ്ട് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വരേണ്ട പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ നമ്മൾ കോടീശ്വരന്മാരാണ്. അത്ര പൈസ നമുക്ക് ചിലവാകും. പിന്നെ ആകെ അത് പ്രശ്നമായി. പിന്നെ എന്തോ ഭാഗ്യത്തിന് ജിബിന്റെ എംപ്ലോയർ ത്രൂ തന്നെ എനിക്കും അതിന്റെ ഹെൽത്ത് കാർഡ് എക്സ്പയർ ചെയ്തത് എനിക്ക് വർക്ക് പെർമിറ്റ് ഓഗസ്റ്റിൽ കിട്ടിയ കാരണം അതൊന്ന് റിന്യൂ ചെയ്യാൻ പറ്റി. അതും ശരിക്കും കിട്ടേണ്ടതൊന്നല്ല, എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് എന്താ പറയുക, ഇദ്ദേഹത്തിന്റെ അനുഗ്രഹ ആ ഒരു സമയത്ത് ഹെൽത്ത് കാർഡ് കിട്ടി. അതുകൊണ്ടാണ് എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ 1 രൂപ പോലും ചിലവില്ലാണ്ട് ഇവിടെ നടന്നു പോയത്. പ്രഗ്നൻസി തൊട്ട് എൻ്റെ ഡെലിവറിക്ക് എനിക്ക് ആകെ ചിലവായിട്ടുള്ളത്, ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്ക് നടത്തുന്ന ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ഉണ്ട്, ഒരു $25 എങ്ങാണ്ടാണ്. അതും പാർക്കിംഗ് ഫീ മാത്രമാണ് എനിക്ക് എൻ്റെ ഡെലിവറിക്ക് വേണ്ടി ഇവിടെ ചിലവായിട്ടുള്ളൂ. വേറൊരു രൂപ പോലും എനിക്ക് ചിലവായിട്ടില്ല. അതൊക്കെ ഇവിടുത്തെ കാനഡയൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ആ ഒരു കിട്ടേണ്ട ഒരു എമർജൻസി അതിൽ നമുക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കിട്ടില്ല. ഇച്ചിരി താമസം തന്നെ പിടിക്കും. പിന്നെ അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ട് ഇടണം. എന്നെ ഈവൻ ഹൈ റിസ്ക് ആയിട്ട് ഇട്ടിട്ട് പോലും എനിക്കത് കിട്ടിയിട്ടില്ല. അമ്മ വരുന്നില്ല, അമ്മയ്ക്ക് വരാൻ പറ്റില്ല. ഇനി ഇപ്പം എന്തായാലും 2 ആഴ്ച കൊണ്ട് അത്ഭുതമൊന്നും സംഭവിക്കാൻ പാടില്ല. അപ്പം അമ്മയ്ക്ക് വരാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ ഡെലിവറി ആയ ഒക്ടോബർ 17-ാം തീയതി എനിക്ക് ഇൻഡ്യൂസ് ഡെലിവറിയാണ് പറഞ്ഞത്. കാരണം കുട്ടി വെയിറ്റ് ഗെയിൻ ചെയ്തു തുടങ്ങി. കാരണം ഷുഗർ ഉണ്ടല്ലോ, അതുകൊണ്ട് കുട്ടി ഓവർ വെയിറ്റ് ആവരുത് നമുക്കത്. പിന്നെ ഡെലിവറി സ്മൂത്തായിട്ട് നടക്കണം. ഷുഗർ ഉള്ള കാരണം റിസ്ക് ആണ്. സോ എൻ്റെ 38 വീക്കിൽ ഇൻഡ്യൂസ് ഡെലിവറി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും എന്താ പറയുക ഡെലിവറി വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിലെ സമയപരിമിതി മൂലം എനിക്ക് പല കാര്യങ്ങളും അതിൽ പറയാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് തൊട്ട് അവിടെ ചെന്നപ്പോൾ തൊട്ട് കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഞാൻ ആകെ 3 കാര്യങ്ങൾ നിയോഗം വെച്ച് എഴുതി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് ഡെലിവറി കഴിഞ്ഞ് പോകാനായിരുന്നു. അപ്പോൾ വീട്ടുകാർക്കാണെങ്കിലും ടെൻഷൻ, നമുക്കറിയാലോ ഡെലിവറി ടൈമിൽ അത്രയും എഫേർട്ടും പ്രഷറൊക്കെ എടുക്കുമ്പോൾ നോസ് ബ്ലീഡിങ് എന്തായിരിക്കും, എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയായിരുന്നു വീട്ടുകാരുടെ ടെൻഷൻ. പക്ഷേ എൻ്റെ ടെൻഷൻ എനിക്കറിയാം, ഞാൻ തീരെ വീക്കാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഫിസിക്കലിയും മെൻ്റലി പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ ഫിസിക്കലി ഞാൻ ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ള കാരണം എനിക്കറിയായിരുന്നു എന്തായാലും സ്മൂത്തായി പോയില്ലെന്ന്. അത് കഴിഞ്ഞിട്ട് ഡെലിവറി സമയത്ത് ഞാൻ പുലർച്ചെ ചെന്ന് എനിക്ക് ആദ്യം അവർ ചെയ്തത് എൻ്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്ന സംഭവമാണ്. സിവിയർ പെയിൻ എന്ന് പറഞ്ഞാലേ അയ്യോ, ഫസ്റ്റത്തെ 2 ദിവസം മുൻപാണ് എനിക്ക് PV ചെയ്തത്. PV ചെയ്യുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം അതിൻ്റെ പെയിനും അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളമാണ്. PV ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആണ്. കാരണം അറിയാം അത്രയും പ്രഷറും പെയിനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ തൊട്ട് എനിക്ക് വെജിനൽ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോഴേക്കും മെഷീൻ്റെ ഓൾമോസ്റ്റ് 2 സെൻറ്റിമീറ്റർ എനിക്ക് ഡയലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷെ എന്നിട്ട് പിന്നെ ഡൈലേഷനൊക്കെ കഴിയാണ്ടാണ് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇൻഡ്യൂസ് ഡെലിവറിക്ക് വേണ്ടി ഞാൻ ഒക്ടോബർ 17 അഡ്മിറ്റ് ആവുന്നത്. പുലർച്ചെ ഞാൻ അഡ്മിറ്റ് ആവുന്നത്. അഡ്മിറ്റ് ചെയ്തിട്ട് അവർ 3-4 പ്രാവശ്യം PV ചെയ്തിട്ടാണ് എൻ്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഒരു പ്രാവശ്യം PV എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കറിയാം നമുക്ക് എത്രത്തോളം പെയിൻ ഉണ്ടെന്ന്. പിന്നെ അന്ന് ഡെലിവറിയുടെ അന്ന് പുലർച്ചെ തൊട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ഇതാണ്. 4 പ്രാവശ്യം എങ്ങാണ്ട് PV ചെയ്തിട്ട് എങ്ങാണ്ട് അവർക്ക് ഡിക്റ്റേറ്റ് ചെയ്യാനും ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്ത്. ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ പെയിൻ ഒന്നുമില്ല കേട്ടോ, പക്ഷേ ആ PV ചെയ്യുമ്പോൾ ഭയങ്കര പെയിനായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പെയിനൊന്നും വരുന്നില്ല. എൻ്റെ ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്തിട്ടും എനിക്ക് പെയിൻ വന്നില്ല. അതിന് ഓക്സിറ്റോസിൻ ഇട്ടു. ഓക്സിറ്റോസിൻ ഇട്ടപ്പോഴാണ് എനിക്ക് എഫക്റ്റ് കയറി തുടങ്ങി. എനിക്ക് 1 മണിക്കൂർ കൊണ്ടാണ് 2 സെന്റിമീറ്ററിൽ നിന്ന് 8 സെന്റിമീറ്ററിലേക്ക് എനിക്ക് ഡൈലേഷൻ വരുന്നത്. അത്ര ഫാസ്റ്റ് ആയിരുന്നു എൻ്റെ ഡൈലേഷൻ പ്രോസസ്സ്. പക്ഷേ ഇവരോട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് നല്ല വേദന എടുക്കണമെങ്കിൽ സഹിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എപ്പിഡ്യൂറൽ എടുക്കാം, എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിഡ്യൂറൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, റിക്വസ്റ്റ് ചെയ്താൽ മതി, അവർ നമുക്ക് എപ്പിഡ്യൂറൽ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ പോകും. ആ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ ഓർഡർ അനുസരിച്ചാണ് നമുക്ക് ഇവർ വന്നിട്ട് എപ്പിഡ്യൂറൽ തരാം. അതെനിക്കൊരു ഷോക്കിംഗ് ന്യൂസാണ്. കാരണം എനിക്ക് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റുന്നില്ല. ഞാൻ ജിബിനോട് പറഞ്ഞത് ഞാനിപ്പോൾ മരിച്ചു, എനിക്ക് ഇനി വേദന സഹിക്കാൻ പറ്റില്ല എന്നാണ് അലറി കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിലാണ് ഇവർ പറയുന്നത് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്, ഈ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ ഓർഡറിൽ നമുക്ക് എപ്പിഡ്യൂറൽ തരാൻ പറ്റുള്ളൂ. നാട്ടിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് ഭാഗ്യത്തിന് ഞാൻ എന്തോ സെക്കൻഡ് പേഴ്സൺ ആയിരുന്നു. എന്നിട്ടും ഞാൻ ഇത്ര സിവിയർ പെയിൻ എടുത്തിട്ട് ഞാൻ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെന്നോട് പറയണത് എന്താണെന്നറിയോ, പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഡയലേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഇതൊന്നുമല്ല, ഇനിയും പെയിൻ വരാൻ പോകണുള്ളൂ, ഇതൊക്കെ ഓക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് നേഴ്സ് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് മനസ്സിലാവണില്ല എനിക്ക് വരുന്ന ഇന്റൻസിറ്റി. കാര്യം ഇവർക്ക് ഇന്റൻസിറ്റി ഒക്കെ മെഷീനിൽ കാണാം, എന്നിട്ട് അവർക്ക് മനസ്സിലായില്ല എന്നാണ് എൻ്റെ ഡൗട്ട്. അത് കഴിഞ്ഞ് എപ്പിഡ്യൂറൽ എടുക്കണ പെയിൻ, അതായത് സിവിയർ പെയിൻ സഹിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എപ്പിഡ്യൂറൽ, അതായത് കോൺട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പിഡ്യൂറൽ എടുക്കില്ല, ആ ഒരു ഗ്യാപ്പിലാണ് എപ്പിഡ്യൂറൽ എനിക്ക് എടുക്കണേ. അത് എടുക്കണ പെയിൻ എന്ന് പറഞ്ഞാൽ നടുവിൽ കുത്തി കയറ്റി ഒരു കത്തീറ്റർ പുള്ളി കയറ്റി വെക്കണ പെയിൻ എൻ്റെ പിന്നെ ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല, അത്രയും പെയിൻ. അത് കഴിഞ്ഞ് ഇവരെ വേറൊരു PV ചെയ്തു, കൊച്ചിൻ്റെ ഇതൊക്കെ പൊസിഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അത് എടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലാവണേ 8 സെന്റിമീറ്റർ ഡൈലേറ്റ് ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓൾമോസ്റ്റ് ആയി, ഇനിയിപ്പോൾ 2 സെന്റിമീറ്ററും കൂടി ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്താ എനിക്ക് ആദ്യമേ തൊട്ട് പെയിൻ സഹിക്കണില്ല എന്ന്. അപ്പം എനിക്ക് എപ്പിഡ്യൂറൽ എടുത്തെങ്കിൽ എനിക്ക് ഇത്ര പെയിൻ സഹിക്കേണ്ട കാര്യമില്ല. അതായത് ഒരു 80% പെയിൻ, ഡെലിവറി പെയിൻ ഞാൻ സഹിച്ചതിന് ശേഷമാണ് ഞാൻ എപ്പിഡ്യൂറൽ എടുക്കുന്നത്. ഓക്സിറ്റോസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് എപ്പിഡ്യൂറൽ എടുത്തത്. എപ്പിഡ്യൂറൽ എടുത്തപ്പോൾ എനിക്ക് ഒരു റിയാക്ഷൻ ഇതുപോലെ വന്നു. ഓൾറെഡി എനിക്ക് ലോ പ്രഷർ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് എപ്പിഡ്യൂറലും കൂടി എടുത്തപ്പോൾ എൻ്റെ പ്രഷർ കംപ്ലീറ്റ്ലി ലോ ആയിപ്പോയി. കുട്ടി അതൊന്ന് നോക്കിയാക്കാൻ വേണ്ടി ഉള്ളിൽ കിടന്ന് ചെയ്യുന്ന പ്രോസസ്സ് കൊണ്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് അൺകൺട്രോളബിളി ഹൈ ആയി. ഹാർട്ട് ബീറ്റ് 180, 190 അങ്ങനെയൊക്കെ ആയി. കുട്ടിയുടെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആകെ ഇതായി. ഡോക്ടറിനോട് പറഞ്ഞു എമർജൻസി C-സെക്ഷൻ വേണം, ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, കുട്ടിയുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഇനി ഇതിലാണ്. അപ്പോൾ ഓക്കെ, ഞാൻ അതിലേക്ക് ഇത്ര പെയിനെ സഹിച്ചു, ഇത്ര ഡൈലേഷനായി, ഇനി ഞാൻ സിസേറിയൻ പെയിൻ കൂടി ഞാൻ അനുഭവിക്കണമല്ലോ. ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് അതിൻ്റെ കൂടെ ഇതുണ്ടാക്കില്ല, എങ്ങനെയെങ്കിലും ഒന്ന് വേഗം ഇതൊന്ന് പുറത്തേക്ക് ആക്കി താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കരഞ്ഞെന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞു ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും, ആ 10 മിനിറ്റിൽ കംപ്ലീറ്റ് ഡൈലേഷൻ ആവുകയാണെങ്കിൽ നമ്മൾ നോർമൽ ഡെലിവറി തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എമർജൻസി C-സെക്ഷൻ ആയിരിക്കും. എന്നെ കൊണ്ട് സൈനും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു. നമ്മൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തു, സിസേറിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ പ്രിപ്പയർ ചെയ്തു. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കലേ ഈ 10 മിനിറ്റിൽ 8 സെന്റിമീറ്റർ എന്നുള്ളത് 9.5 സെന്റിമീറ്റർ ആയി എനിക്ക് 10 മിനിറ്റ് കൊണ്ട്. പിന്നെ അവർ പറഞ്ഞു ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമൽ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാം, മറ്റേ സിസേറിയൻ ഡെലിവറി വേണ്ടാന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എൻ്റെ 10 സെന്റിമീറ്റർ ആയി എൻ്റെ ഡൈലേഷനായി. അപ്പോൾ അപ്പോഴേക്കും പിന്നെ പതുക്കെ ബേബി ആണെങ്കിലും അവളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കുറഞ്ഞ് നോർമൽ ഇതിലേക്ക് എത്തി, അവളുടെ പ്രഷറും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, എല്ലാം കംപ്ലീറ്റ്ലി ഓക്കെ ആയി. അപ്പോൾ ഓക്കെ, നമുക്കൊരു ആശ്വാസമായി. ഉച്ചയ്ക്ക് കൃത്യം 1 മണി 1:30 ആയപ്പോൾ ഞാൻ പുഷിങ് എന്നോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ ഉച്ചയ്ക്ക് 1:30 തുടങ്ങിയ പുഷിങ് ഇവളുടെ ഡെലിവറി ആവുന്നത് വൈകിട്ട് 6:52 സോ ഈ ത്രൂ ഔട്ട് ഈ സമയം ഞാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയണില്ല. കാരണം ഇവർ നമുക്ക് കോൺട്രാക്ഷൻസ് വരുമ്പോൾ അവർ നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യും. പിന്നെ എനിക്ക് ആ സമയത്ത് പെയിൻ കംപ്ലീറ്റ്ലി പോയി എന്ന് തന്നെ പറയാം. എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ടല്ലോ, പക്ഷെ എനിക്ക് ഭയങ്കര പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും. പെയിനേ നമുക്ക് പോകുള്ളൂ, പക്ഷെ ഭയങ്കര പ്രഷറാണ്. ജീവൻ എൻ്റെ കൂടെ നിൽക്കും. പിന്നെ എനിക്ക് നല്ലൊരു നേഴ്സായിരുന്നു എൻ്റെ കൂടെ ഫുൾ ത്രൂ ഔട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ കൗണ്ട് ചെയ്യും, ആ കൗണ്ടിങ്ങിനനുസരിച്ച് പുഷ് ചെയ്യും. എത്ര പുഷ് ചെയ്തിട്ടും ആള് പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് കുട്ടികൾ സാധാരണ കമന്ന് കിടക്കണം. ഇതൊക്കെ എന്നോട് ഡോക്ടർ പറഞ്ഞതാട്ടോ, എനിക്കറിയില്ല ഇതൊക്കെ ഇങ്ങനെയാണെന്ന്. കമന്ന് കിടക്കണം, എന്നാലാണ് നമുക്ക് ബെർത്ത് കനാലിൽ കൂടെ വന്നിട്ട് ഡെലിവറി ഈസി ആവുള്ളൂ. ഇങ്ങോട്ട് എന്ത് ചെയ്തു, കൊച്ചെന്ത് ചെയ്തു, ചെരിഞ്ഞ് കിടക്കുക. അപ്പോൾ ചെരിഞ്ഞ് കിടക്കണ കാരണം അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്, പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യം ഒരു ഡോക്ടർ വന്നിട്ട് 1:30 കഴിഞ്ഞ് 2:30 സമയത്ത് ഒരു ഡോക്ടർ വന്ന് കുട്ടീനെ തിരിച്ചിട്ടു, പുഷ് ചെയ്യാൻ പറഞ്ഞു. പുഷ് ചെയ്തു. പക്ഷെ അവൾ പിന്നെ ഇങ്ങനെ തിരിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. 3:30, 4:30 ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ ഡോക്ടർമാർ വന്നിട്ടും അവർ ശരിക്കും പറഞ്ഞാൽ PV ചെയ്യണ പോലെ കൈ ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് ഇവളെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ ഭയങ്കര പ്രഷറാണ് ഫീൽ ചെയ്യണം, പെയിൻ ഫീൽ ചെയ്യണില്ല.
തിരിച്ചിട്ടുകൊണ്ടിരിക്കും, ഇവള് പിന്നെയും തിരിച്ചിട്ട് തിരിഞ്ഞു. അവസാനം ഒരു 6 മണിയായപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് ആ ഡോക്ടർ കൈയുള്ളിലേക്ക് ഇട്ട് പിടിച്ചു വെച്ചു, കൊച്ചു തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് എന്നോട് പുഷിങ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ആ സമയമായപ്പോഴേക്കും പുഷ് ചെയ്ത് എൻ്റെ ജീവൻ മുഴുവൻ പോയി. കാരണം അത്ര എനർജി വേണം ഇങ്ങനെ പുഷ് ചെയ്യാനും, ശ്വാസമൊക്കെ വലിച്ച് വല്ലാത്തൊരു എഫക്റ്റാണ്. അത് ചെയ്തപ്പോഴേക്കും ഞാൻ ഓൾറെഡി തളർന്ന പോലെ. പക്ഷെ ഇത്ര എത്തിയിട്ടും ഇനി സിസേറിയനിക്ക് പോകാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സർവ്വശക്തി എടുത്ത് പുഷിങ്. ആ സമയപ്പോഴേക്കും 4-5 ഡോക്ടർമാരായി, നഴ്സുമാരായി, ഡോക്ടേഴ്സ് ആവാൻ പഠിക്കുന്ന കുട്ടികൾ, നഴ്സിംഗ് അസിസ്റ്റൻസ്, റൂം മുഴുവൻ ആൾക്കാർ. ഇവർ നോക്കി എത്രയൊക്കെ പുഷ് ചെയ്തിട്ട് ആൾ പുറത്തേക്ക് വരുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ നമുക്ക് നോർമൽ ഡെലിവറി ആകുമ്പോൾ കട്ടിട്ട് കൊടുക്കും സൈഡിൽ. അപ്പോൾ ഡെലിവറി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റിംഗ് മെത്തേഡാണ്, അത് ചെയ്യും. അപ്പം ഞാൻ ഡോക്ടറോട്, നഴ്സിനോട് അങ്ങോട്ട് പറഞ്ഞു എനിക്കത് മതി, എനിക്ക് ടിയറായിട്ട് വേണ്ട, നിങ്ങൾ കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ റൂൾസ് അനുസരിച്ചിട്ട് അവർക്കത് ചെയ്യാൻ പറ്റില്ല. ഇതവർക്ക് ഇവിടെ ലീഗൽ അല്ല, നാച്ചുറലായിട്ട് എന്ത് ടിയറാണോ വരുന്നത് അങ്ങനെ പോകണം, അതാണ് ഇവരുടെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കേട്ടത് നാച്ചുറൽ ടിയർ വരുമ്പോൾ മുറിവ് ഡീപ്പാവും, മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെലിവറി ഈസി ആവുകയും ചെയ്യും, അത്ര ഡീപ്പ് മുറിവ് വരില്ല. അതൊക്കെ അവരോട് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. വരുന്ന ഓരോ ഡോക്ടേഴ്സും എൻ്റെ എന്താ പറയുക ഡെലിവറി ഈസി ആക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ജസ്റ്റ് അതിങ്ങനെ അകത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര പ്രഷർ വരുന്നുണ്ട്. പിന്നെ ഈ എപ്പിഡ്യൂറലിൻ്റെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് കാലൊക്കെ അരവരയ്ക്ക് നമുക്ക് പിന്നെ ഫീൽ ചെയ്യാണ്ടായി തുടങ്ങുന്നു. എപ്പിഡ്യൂറിൽ 20 മിനിറ്റ് കൂടുമ്പോൾ എൻ്റെ കയ്യിലാണ് എനിക്കത് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരുന്ന് ഇങ്ങനെ കയറും. അപ്പോൾ തീരെ സഹിക്കാൻ പെയിൻ അത്ര പറ്റാണ്ടത് മാത്രം ഞാൻ എപ്പിഡ്യൂറിൽ എടുക്കാറുള്ളൂ. അവസാനം കുറച്ച് ഇവനോട് ജിബിൻ പറയുന്നുണ്ട് നീ വേണമെങ്കിൽ എടുത്തോ, എപ്പിഡ്യൂറിൽ എടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒരു കുഴപ്പമില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്ന പെയിനുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് മുൻപത്തെ എപ്പിഡ്യൂറലിൻ്റെ എഫക്റ്റിൽ ഞാൻ അറിയാണ്ട് പോയതാണ്. വരുന്ന ഓരോ ഡോക്ടേഴ്സും നമ്മളുടെ ഡെലിവറി ഇതാക്കാൻ വേണ്ടി അവരിങ്ങനെ അകത്തി കൊടുക്കും. ടിയർ വലുതായിക്കൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്കത് ആ സമയത്ത് ഫീൽ ചെയ്യണില്ല. പക്ഷെ ജിബിന് ഇതൊക്കെ ലൈവായിട്ട് നിന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ജിബിനോട് പറയേണ്ട എടുത്തോന്ന്. അവസാനം ഒരു ഡെലിവറിയുടെ ഇവിടെ തൊട്ട് പുറത്തേക്ക് വരുന്ന ഒരു മുന്നേ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിട്ട് ഞാൻ ഒന്നും കൂടി അങ്ങനെ എപ്പിഡ്യൂറിൽ എടുത്തു. കുട്ടി പുറത്തേക്ക് വന്നു, കുട്ടീനെ നമുക്ക് തന്നു, നമ്മൾ സെറ്റിലായി എല്ലാം കഴിഞ്ഞ് ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് അവിടെ മുറിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ സംതിങ് ഫിഷി, നമുക്ക് അങ്ങനെ അടിക്കല അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു മിസ്സിങ് അടിച്ചു എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇത് സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ഇട്ടപ്പോൾ ഞാൻ ഓക്കെ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു വലിയ സ്റ്റിച്ചുകളെല്ലാം കഴിഞ്ഞു, ഇനി കുറച്ച് ചെറിയ സ്റ്റിച്ചുകൾ ഇടണമെന്ന് പറഞ്ഞു. ഇത് അങ്ങനെ പറയണേ, അങ്ങനെയൊക്കെ ഉണ്ടോ സ്റ്റിച്ചിങ്ങിൽ വേരിയേഷൻ എനിക്കറിയില്ല. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അപ്പോഴും പെയിൻ ഒന്നുമില്ല, കാരണം ഞാൻ എപ്പിഡ്യൂറലിൻ്റെ ആഫ്റ്റർ എഫക്റ്റിലാണ് ഞാനുള്ളത്. റൂമിലേക്ക് ആക്കി. പിറ്റേ ദിവസമായപ്പോഴേക്കും സിവിയർ പെയിൻ ആയിരുന്നു. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആരും കൂടിയില്ല, ഞാനും ജിബിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്ര പുഷ് ചെയ്ത് ഇത്ര മണിക്കൂറുകൾ എടുത്ത കാരണം കുട്ടി പുറത്തേക്ക് വന്നപ്പോൾ അവളുടെ തല കോൺ ഹെഡ് പോലെയാണ് വന്നത്. അപ്പോൾ അവളും ഒരുപാട് പെയിൻ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു 6:52 എൻ്റെ ഡെലിവറി. ആ സമയം കഴിഞ്ഞ് മിഡ് നൈറ്റ് ഒന്നും അവൾ ഉറങ്ങിയിട്ടേ ഇല്ല. അവൾ കണ്ടിന്യൂസ് കരച്ചിലായിരുന്നു. ജിബിൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 ദിവസം ഉറങ്ങാത്തതിൻ്റെ എല്ലാ എഫക്റ്റിലും ജിബിൻ ബോധം കെട്ട് പോയി ഉറങ്ങി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ കുട്ടീനെ പിടിച്ച് ആശുപത്രിയിൽ ബെഡിൽ ഇങ്ങനെ ഇരിക്കുക, കുട്ടി കരച്ചിൽ. അവസാനം സൈ കെട്ട് ഒരു 2-3 മണിക്കൂർ ജിബിനെ ഉറങ്ങിയിട്ട് ഞാൻ ജിബിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കുട്ടീനെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ജിബിനെ എടുത്തിട്ടാണ് ജിബിനെ ഉറങ്ങി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നഴ്സ് വന്നിട്ട് പറഞ്ഞു ഉറങ്ങിക്കോ, നഴ്സ് എടുത്തോളാന്ന് പറഞ്ഞത്. നല്ല മനസ്സുള്ള ഒരു നഴ്സ് വന്നിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. ഒരു 1.5 മണിക്കൂർ അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്ക് ഉറങ്ങാൻ പറ്റിയിട്ടോ. പിറ്റേ ദിവസമായപ്പോഴേക്കും ശരിക്കും ഇവിടെ 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വിടണം. പക്ഷെ എനിക്ക് തീരെ പോകാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റാത്ത പെയിനും, യൂറിൻ പോകുന്നുണ്ടായിരുന്നില്ല. യൂറിൻ അങ്ങനെ പോകാണ്ടുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എനിക്ക് ക്യാനൽ ഇടണം എന്ന് പറഞ്ഞു. അത്രയും ഞാൻ വിചാരിച്ചിട്ട് ഡെലിവറിയോട് കൂടി ആ പെയിനൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും ഇരിക്കണേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു പെയിൻ ഉണ്ട്. അതായത് പിന്നെ നമുക്കിതൊന്നും തരില്ല, അതായത് പെയിൻ കില്ലേഴ്സോ മെഡിക്കേഷൻസ് ഒന്നും തരില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ടൈലിനോട് മാത്രം തന്നുകൊണ്ടിരിക്കും പെയിൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെനിക്ക് തന്നുകൊണ്ടിരിക്കേണ്ട 6 മണിക്കൂർ ഇടവിട്ടിട്ട്. പിന്നെ ഐസ് പാക്സ് ആണ് വെക്കുന്നത് ഞാൻ ആ സ്റ്റിച്ചസും ഒക്കെ ഒന്ന് ഹീൽ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്യാനൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ട് വെച്ചേക്കണം. ത്രൂ ഔട്ട് എൻ്റെ വെജനൽ ഏരിയ ഫുള്ള് സ്റ്റിച്ചാണ്. അപ്പോൾ സ്റ്റിച്ചുകൾ ശരിക്കും നമ്മുടെ പച്ച ശരീരത്തിൽ സ്റ്റിച്ച് അകത്തിയിട്ടാണ് ഇടുന്നത്. ആ ഒരു പെയിനൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഡെലിവറി പെയിനേക്കാളും അല്ലെങ്കിൽ അതിന് മുന്നേ ഞാൻ അനുഭവിച്ച പെയിനേക്കാളും വലിയ പെയിനായിരുന്നു. അപ്പോൾ ഞാൻ ജിബിനോട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മടുത്ത് സഹിച്ച് പെയിൻ, അത്ര പെയിൻ ഞാൻ സഹിച്ചു. അത് കഴിഞ്ഞിട്ടും യൂറിൻ പോണില്ല. അപ്പോൾ അവർ പറഞ്ഞു യൂറിൻ പോകാണ്ട് വിടില്ല, അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കും. ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അവർ വന്ന് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇതിന് എന്താ പറയുക യൂറിനറി ബ്ലാഡറിനെ താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അധികം യൂറിൻ ഉണ്ട്. പക്ഷെ എന്നിട്ട് സ്റ്റിൽ പുറത്തേക്ക് പോകണില്ല. അപ്പോൾ അവരങ്ങനെ നോക്കിയപ്പോഴാണ് ഫുൾ സ്വെല്ല് ചെയ്തിരിക്കുക. അതായത് ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും എൻ്റെ ആ ഒരു വെജനൽ ഏരിയ ഫുൾ സ്വെല്ലനായിട്ട് യൂറിൻ പോകാത്തത്ര അവസ്ഥയിൽ
നല്ല അവസ്ഥ, സിറ്റുവേഷൻ വെരി ബാഡ്. ആ ഒരു ഇതിലേക്കായി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു സ്വെല്ലിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഐസ് പാക്ക് തന്നെ വെക്കുക, വേറെ മെഡിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഐസ് പാക്ക് വെച്ച് ആ നീര് മുഴുവൻ കുറച്ചു. അപ്പോൾ അപ്പോഴും അവരെന്നോട് പറയണില്ല എൻ്റെ ഈ മുറിവിൻ്റെ സിവിയറിറ്റി എത്ര ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് വന്ന ഷിഫ്റ്റിത്തെ ഒരു നഴ്സ് പിന്നെ വന്ന് ക്യാനിലിട്ടപ്പോൾ ഞാൻ കരച്ചിലും ബഹളവും സഹിക്കാൻ പറ്റാണ്ട് ഓടിയിട്ടൊക്കെ കരഞ്ഞപ്പോഴാണ് ആ ആളെന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു തരുന്നത് 3rd ഡിഗ്രി വൂണ്ടാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. 4th ഡിഗ്രി വരെയാണ് ഇതിൻ്റെ വൂണ്ടിൻ്റെ ഡെപ്ത് ഉള്ളത്. അത് ഏറ്റവും സിവിയർ. അതിൻ്റെ തൊട്ട് മുൻപത്തെ അതുവരെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. സോ ഹീലാവാൻ വേണ്ടി നല്ല സമയമെടുക്കും. അതേപോലെ തന്നെ ഈ സ്വെല്ലിങ് മുഴുവൻ പോകണം. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഐസ് പാക്കിൻ്റെ തണുപ്പ് പോകുമ്പോഴേക്കും അടുത്ത ഐസ് പാക്ക് വെച്ച് അങ്ങനെ ചെയ്ത് ഞാൻ നീര് കുറച്ചു. കാരണം എനിക്ക് എങ്ങനെയും വീട്ടിൽ പോകണം എന്ന് ഉറങ്ങണം. പിന്നെ വീട്ടിൽ പോയാലും ഇത്തിരി ആശ്വാസമാകുന്നത് നമുക്ക് ആ ഒരു ആകെ സ്ട്രെസ് അടിച്ച അവസ്ഥ മാറിയെടുക്കാം. കൊച്ചിനെ മാറിയെടുക്കാൻ പോലെ ഒരാളില്ല. കാര്യം നമുക്ക് ഫ്രണ്ട്സും എല്ലാവരും ഇവിടെ ഉണ്ട്. അവർ നമുക്ക് ഫുഡ് കൊണ്ട് തരുന്നുണ്ട്, നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ ത്രൂ ഔട്ട് നമുക്ക് നമ്മുടെ അമ്മമാർ നിൽക്കണ പോലെ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാർ നിൽക്കണ പോലെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അവർക്കും ജോലിയുണ്ട്, അവർക്ക് ഫാമിലി ഉണ്ട്, അവർക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഞാൻ ഗോത്രൂ ചെയ്തത് ഭയങ്കര സിവിയർ ഇതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് സ്വെല്ലിംഗ് ഒക്കെ മാറി യൂറിൻ പോയതിന് ശേഷമാണ് എന്നെ വീട്ടിലേക്ക് വിട്ടത്. പിറ്റേ ദിവസം, അതായത് 2 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 2ാം ദിവസം വീട്ടിലേക്ക് വിട്ടു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പോസ്റ്റ്മോർട്ടം ജേണിയിൽ ചെയ്യാം. പ്രഗ്നൻസി ഇപ്പം തന്നെ ഒരുപാട് വല്ലാണ്ട് ലാഗായി പോയിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നോട് മെയിൻ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്. സോ ഡെലിവറിക്ക് എനിക്കുണ്ടായിരുന്ന എൻ്റെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി അവിടുത്തെ സ്റ്റാഫായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ കൾച്ചറൽ ഡിഫറൻസ് നല്ലോണം ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റം അല്ല ഇവിടുത്തെ സിസ്റ്റം. നമ്മൾ അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എനിക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആദ്യത്തെ ഒരു പ്രഗ്നൻസി ടെസ്റ്റും പിന്നെ പാർക്കിംഗ് ഇതല്ലാണ്ട് എൻ്റെ വേറെ ഒരു രൂപ പോലും എനിക്കവിടെ ചിലവായിട്ടില്ല, കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് ഇൻസുലിൻ അടക്കം എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിരുന്നു. അയണും വൈറ്റമിൻ ഗുളികയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് പോയപ്പോൾ കൊണ്ടുവരിക ചെയ്തത്. പിന്നെ മൾട്ടി വൈറ്റമിൻ നമ്മളിവിടെ നിന്ന് വാങ്ങിക്കണം, അത് ഫ്രീ അല്ലായിരുന്നു, അത് നമ്മൾ നമ്മുടെ ഓൺ കോസ്റ്റിൽ വാങ്ങിക്കണം. പക്ഷെ എനിക്ക് ഗ്ലൂക്കോമീറ്റർ ആയാലും ഇൻസുലിൻ ആയാലും എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ നിന്ന് തന്നെ തരികയാണ് ചെയ്തത്. എനിക്ക് അങ്ങനത്തെ ചിലവുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഹെൽത്ത് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റും. ഇപ്പം എൻ്റെ പോലെ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈവൻ ദോ നിങ്ങളുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിനോ ഒരു ഇതുണ്ടെങ്കിൽ ഹെൽത്ത് കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡെലിവറി നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്പെൻസും ഇല്ലാണ്ട് നിങ്ങൾക്ക് നടക്കൂട്ടോ, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇവിടെ അങ്ങനെ സ്റ്റുഡൻ്റ് ആയിരിക്കുക, വർക്കർ ആയിരിക്കുക, അങ്ങനെ നമുക്കൊരു ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് എക്സ്പെൻസ് ഇവിടെ ഇരിക്കും. ഇമോഷണൽ വൈസും കൂടി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇമോഷണലി ഞാൻ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ട്രോമകൾ ഉണ്ടായിട്ടുണ്ട്, ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, സ്ലീപ്പ് പാരാലിസിസ് പോലത്തെ ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈവൻ ദോ ഞാൻ മെൻ്റലി സ്ട്രോങ് ആയിരുന്നു. എനിക്കിങ്ങനെ മൂഡ് സ്വിങ്സ്, മൂഡ് ചേഞ്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. കാരണം എന്താ പറയുക, പ്രഗ്നൻസിക്ക് മുൻപ് ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഇതല്ല, അതിന് കുറച്ചും കൂടി ഞാൻ ചില്ലായിരുന്നു. പിന്നെ ഞാൻ എത്രയൊക്കെ വയ്യായികളുണ്ടെങ്കിലും ഇത്രയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഈ പ്രഗ്നൻസിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം സേഫ് ആണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയുകയാണ്. സേഫ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഈ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം കൊണ്ട് മാത്രം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഈ ഒരു പ്രഗ്നൻസി ഭയങ്കര സ്ട്രെസ്ഫുള്ളായി മാറിയേനെ. ഞാൻ ഒരുപാട് സ്ഥലത്തേക്ക് ഇപ്പോൾ ഈ ട്രാവലിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിൽ. അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഒക്കെ എനിക്ക് മേ ബി പ്രഗ്നൻസി ഭയങ്കര സ്ട്രെസ്ഫുള്ളാവും, ഒട്ടും പോസിറ്റീവ് എക്സ്പീരിയൻസ് ആവില്ലായിരുന്നു. പക്ഷെ എന്നെ ആരും അങ്ങനെ എന്താ പറയുക, എന്നെ ആരും നിർബന്ധിച്ചില്ല അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ജിബിനോടാണെങ്കിലും ഞാൻ പറയുമ്പോൾ നീ ഓക്കെ ആണെങ്കിൽ ചെയ്തോ, സേഫ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം, അങ്ങനെയായിരുന്നു എല്ലാം ജിബിൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വ്ളോഗുകൾ കണ്ടറിയാം. ഞാനൊരു 7th മന്തിലൊക്കെയാണ് ഞാൻ പ്രഗ്നൻസി റിവീൽ ചെയ്തിട്ടുള്ളൂ. ഈവൻ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരുപാട് പേര് അപ്പോഴും തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടുള്ളൂ. കാരണം എന്നെ കണ്ടാലും തോന്നില്ല, ഞാൻ പണ്ടത്തെ പോലെ എന്നെ ആക്റ്റീവായിട്ട് ചില്ലായിട്ട് നടക്കുകയായിരുന്നു. സോ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മളെങ്ങനെ അതിനെ പെർസീവ് ചെയ്യണു അതും കുറച്ച് കാര്യമുണ്ട്. കാര്യം ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ വിഷമിച്ചിരിക്കാം, ആരുമില്ല ഹെൽപ്പിന്, ഫിസിക്കലി ഇത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞാൻ വിഷമിച്ചിരുന്നെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ പ്രഗ്നൻസി ഭയങ്കര സ്ട്രെസ്ഫുള്ളായി പോയേനെ. ഈവൻ പോസ്റ്റ്മോർട്ടം ഒക്കെ അങ്ങനെ തന്നെ ആയി പോയേനെ. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. പിന്നെ എല്ലാവരും ഒരു പഴഞ്ചൊല്ലി പറയല്ലോ, താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച ഉണ്ടാവുള്ളൂ എന്ന്. എനിക്കിവിടെ താങ്ങാൻ സത്യത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തളർച്ച ഞാൻ അറിഞ്ഞിട്ടില്ല. അതായിരിക്കും സത്യം. ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ശരിക്കും പ്രഗ്നൻസി എന്ന് പറയുന്നത്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ വോമിറ്റിംഗ് ഉള്ള ആൾക്ക് ഇതേപോലെ എൻ്റെ പോലെ ബ്ലീഡിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ പോലെ ബ്ലീഡിംഗ് ഉള്ള ആൾക്ക് അതിനേക്കാളും വലിയ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുണ്ടാവും. സോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ ബുദ്ധിമുട്ടല്ല മറ്റൊരാളുടെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് ഇന്നത് വന്നു വെച്ചിട്ട് മറ്റേ ആൾക്ക് ഇന്നത് വരണമെന്നില്ല. സോ എനിക്ക് നിങ്ങളോട് പിന്നെ മെയിനായിട്ട് എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എൻ്റെ പോലെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എസ്പെഷ്യലി നിങ്ങൾ പുറത്തുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ നോസ് ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണം. കാരണം എനിക്ക് കംപ്ലീറ്റ്ലി പുതിയൊരു അറിവ്, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാവുന്നൊക്കെ ഞാൻ അസ്യൂം ചെയ്യാണ്. കാരണം എനിക്ക് ഇപ്പോഴും ഡോക്ടേഴ്സ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം തന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവൻ പോസ്റ്റ് ഡെലിവറി ആണെങ്കിലും എനിക്ക് ആകെ 2 പ്രാവശ്യം അങ്ങനെ ബ്ലീഡിങ് കാര്യങ്ങൾ വന്നിട്ടുള്ളൂ, അതിനുശേഷം വന്നിട്ടില്ല.
പിന്നെ നാട്ടിൽ പോകുമ്പോഴാണെങ്കിലും എനിക്ക് അതിനെപ്പറ്റി ഞാൻ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളും അങ്ങനത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിലിടണം. നിങ്ങൾക്ക് അതിൻ്റെ കാരണം അറിയാമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. എന്താ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു എൻ്റെ പ്രഗ്നൻസി ജേണി. സോ എന്താ പറയുക, ഇതുവരെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും, ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്കും, അമ്മമാർക്കും ഒക്കെ ബിഗ് സല്യൂട്ട്. ഈ ഒരു ഇതിൽ കൂടെ ഇതിൽ കൂടെ കടന്നു പോയപ്പോഴാണ് ഇതെന്താണെന്നും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്നും ഇതിൻ്റെ സിവിയറിറ്റി എത്രയാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട്. എനിക്ക് ഉറപ്പാണ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഒരു ഭൂരിപക്ഷം പേരും ഇതിനേക്കാളും വലിയ കാര്യങ്ങളിൽ കൂടെ ഫേസ് ചെയ്ത് പോന്നിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. എല്ലാം നല്ല രീതിക്ക് തന്നെ അവസാനിച്ചാലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ ഒരുപാട് ഇപ്പോഴും ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്ന ഒരു കാര്യമാണ്. ഒറ്റയ്ക്കായിട്ട് ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ. എന്നെക്കാളും വേസ്റ്റ് അവസ്ഥയിൽ കൂടെ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ബ്ലെസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ എന്താ പറയുക, ഇതുവരെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോടും എല്ലാവരോടും ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ ഗോ ത്രൂ ചെയ്തതിലൊക്കെ നിങ്ങളുടെ സ്ട്രഗിൾസൊക്കെ ഭയങ്കര വൃത്തിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയണം, നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പം നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഇത് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നാത്തത് കേൾക്കുന്ന പലർക്കും തോന്നാത്ത വലിയ കാര്യമൊന്നുമല്ലെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. എന്താ പറയുക, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഇതിൽ. എല്ലാം നല്ലതിന്, എല്ലാം നന്നായിട്ട് നടക്കും ആ ഒരു ഇതിൽ. സോ ഇത്രയാണ് എൻ്റെ പ്രഗ്നൻസി കാര്യങ്ങളും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എൻ്റെ കോംപ്ലിക്കേഷൻസും. നമുക്കെന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ പോസ്റ്റ്പാർട്ടം ജേണിയാണ്, ഇൻക്ലൂഡിങ് ഞാൻ ചെയ്ത മെഡിക്കേഷൻസും കാര്യങ്ങളും, എങ്ങനെയാണ് ഞാനിത് സർവൈവ് ചെയ്തത് എന്നുള്ളതും, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അതും കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യണം. കാരണം ഇത് വായിക്കുന്ന ആൾക്കാർക്ക്, ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സ് കാണുന്ന ആൾക്കാർക്കാണെങ്കിലും ഇനിയിപ്പോൾ എൻ്റെ ഡെലിവറി വ്ളോഗിൽ ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ പ്രഗ്നൻസി ചെയ്യണം, നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ സ്ട്രഗിൾസും എന്തൊക്കെയാണെന്ന് ചെയ്യുക, നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ഇടുന്നതിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ഞാൻ എൻ്റെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, ഇൻസ്റ്റ സെയിം നെയിമാണ്. അതിൽ നിങ്ങൾക്ക് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. നിങ്ങൾക്കൊരു വെന്റിലേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ആരോടെങ്കിലും തുറന്ന് പറയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആരോടെങ്കിലും തുറന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തുറന്ന് പറയാം. സോ ഞാൻ ഈ സ്റ്റേജിലെ കാരണം എനിക്ക് നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ എന്താ പറയുക, അങ്ങനെ നിങ്ങളുടെ പ്രഗ്നൻസി സ്ട്രഗിൾസ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ തന്നെ ഒരുപാട് ലാഗായിലെ വീഡിയോ. ഇനി ഞാൻ കൂടുതൽ ഡയലോഗ് അടിച്ച് വെറുപ്പിക്കണില്ല. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ചിൽഡ്രൻ എല്ലാവർക്കും ബൈ.